സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് പേളി മാണി. പേളിയുടെ ടോക്ക് ഷോയ്ക്കും വ്ളോഗുകൾക്കുമെല്ലാം വലിയ ആരാധക വൃന്ദമുണ്ട്. അധികം സംസാരിക്കാത്തവരും ഗൗരവക്കാരുമൊക്കെ പേളിയുടെ മുന്നിലെത്തിയാൽ കുട്ടികളെ പോലെ ആകുന്നതും പൊട്ടിച്ചിരിച്ച് ചളികൾ പറയുന്നതും ഒക്കെ തന്നെ കാണാം. പേളി പങ്കുവച്ച പുതിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. തൻ്റെ മക്കളുടെ ബേബി സിറ്റർക്ക് സ്വർണ്ണമാലയും ചെയിനും സമ്മാനിക്കുന്നതാണ് പേളിയുടെ പുതിയ വീഡിയോ. മനോഹരമായിട്ടുള്ള വീഡിയോയിൽ പേളിയും ബേബി സിറ്റർ ആയിട്ടുള്ള രഞ്ജുവും വികാരഭരിതരാകുന്നതും കണ്ണു നിറയുന്നതും ഒക്കെ കാണാം. ഇത് എൻ്റെ മക്കളുടെ ബേബി സിറ്ററാണ് രഞ്ജു. 2 വർഷമായി അവൾ ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. നിറ്റാര ജനിച്ച് ഞാൻ വീട്ടിലേക്ക് വന്ന അന്നാണ് രഞ്ജു ഞങ്ങൾക്ക് ഹെൽപ്പറായിട്ട് ജോയിൻ ചെയ്തത്. അന്നു മുതൽ ഇന്നു വരെ ഞങ്ങളുടെ കൂടെ നിന്ന കുട്ടിയാണ്. മക്കളുടെ കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ കാര്യങ്ങൾ വരെ നോക്കും. ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും. നല്ലൊരു പാവം കൊച്ചാണ്. അവളിപ്പോൾ ഞങ്ങൾക്ക് ബേബി സിറ്റർ മാത്രമല്ല, കുടുംബത്തിലെ അംഗം പോലെയായി. എനിക്കൊരു അനിയത്തിയെ പോലെയായി. പേളി പറയുന്നത് ഇങ്ങനെ. അവൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോവുകയാണ്. സഹോദരിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് പോകുന്നത്. അവൾ പോകും മുമ്പ് എന്തെങ്കിലും സമ്മാനമായി നൽകണമെന്ന് തോന്നി. നല്ലൊരു ഗിഫ്റ്റ് ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് അവൾക്കായി ഞാനൊരു മാലയും കൈച്ചേനും വാങ്ങിയതെന്നും പേളി പറയുന്നുണ്ട്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത്. മിക്ക കമൻറ്റുകളും സോഷ്യൽ മീഡിയ താരമായ ദിയ കൃഷ്ണയ്ക്ക് എതിരെയാണെന്നതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മയെ ആൻറ്റി എന്ന് വിളിക്കുന്നതിനെക്കുറിച്ചുള്ള ദിയയുടെ വിവാദ പരാമർശത്തെ പരിഹസിക്കുന്നതാണ് വന്നിട്ടുള്ള മിക്ക കമൻസുകളും. ദിയയോട് പേളി മാണിയെ കണ്ടുപഠിക്കാൻ പറയുകയാണ് കമൻസുകൾ. ആ ദിയയൊക്കെ കണ്ടുപഠിക്കുക. കുറഞ്ഞത് വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ എങ്ങനെ സംസാരിക്കണമെന്ന് കണ്ടും കേട്ടും തന്നെ പഠിക്കണം. ഇതാണ് വളർത്തുഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മായിയമ്മയെ പോലും വഴിയെ പോകുന്നവരെയൊന്നും അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ടീംസിനെ പോലെയല്ല പേളി ചേച്ചി. ശ്രീനിയേട്ടൻ്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായിട്ടുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. ആരും അല്ലാതിരുന്നിട്ട് കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലോ. ഇനിയും ഉയരങ്ങളിലെത്തും. സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെപ്പോലും അമ്മ എന്ന് വിളിക്കാത്ത സോ കോൾഡ് ഇൻഫ്ലുവൻസസിൻ്റെ കാലത്ത് ബേബി സിറ്ററിനെ കൂടപ്പിറപ്പായി കാണുന്ന ചേച്ചിയൊരു മാലാക തന്നെ എന്നിങ്ങനെയാണ് ഒരുപാട് കമൻസുകൾ വന്നിട്ടുള്ളത്. മിക്ക കമൻസുകളും ആരാധകരെ നേടുന്നത് പോലെ ഒരുപാട് വിമർശകരെയും ദിയ കൃഷ്ണ നേടിയിട്ടുണ്ട് ഇതിനോടകം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ദിയ കൃഷ്ണ തന്നെയാണ്. ഭർത്താവ് അശ്വിൻ ഗണേഷിൻ്റെ അമ്മയെ ആൻറ്റി എന്ന് വിളിക്കുന്നതിനെ കുറിച്ചുള്ള ദിയയുടെ വിശദീകരണമാണ് ഇപ്പോൾ ദിയ കൃഷ്ണയ്ക്കുള്ള ഒരു യഥാർത്ഥ മറുപടി തന്നെയാണ് പേളി മാണിയുടെ ഈ വീഡിയോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കാരണം ദിയ കൃഷ്ണയെ ഇഷ്ടപ്പെട്ടിരുന്നവർ പോലും ഇപ്പോൾ വെറുത്തു കഴിഞ്ഞു. ദിയ കൃഷ്ണയ്ക്ക് ഇതിനോടകം 25,000 ഫോളോവേഴ്സിനെയാണ് നഷ്ടമായത്. കാരണം ദിയയുടെ ഈ ഒരു പരാമർശം തന്നെയാണ് എല്ലാത്തിനും കാരണമാക്കിയതും. ഇത്തരം ഒരു പ്രവൃത്തി ദിയ കൃഷ്ണ ചെയ്യുമെന്ന് കരുതിയില്ല. ദിയ കൃഷ്ണയ്ക്കെതിരെ ഒരുപാട് രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു.